എൻ്റെ പുറകിലായി നിങ്ങൾ ഈ കാണുന്ന ഈ നമ്പർ ഒരു ഡോക്ടറുടെ ഒരു മാസത്തെ ശമ്പളമല്ല. 4,44,000 വിദ്യാർത്ഥികളോളം +2 വേണ്ടി ഇത്തവണ എക്സാം എഴുതിയെങ്കിൽ അതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തൊരു വേർഡാണ് തോറ്റ വിദ്യാർത്ഥികളുടെ എണ്ണമാണിത്. 1,24,135 വിദ്യാർത്ഥികളാണ് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അഥവാ +2 എന്ന് പറഞ്ഞ ആ ഒരു കോഴ്സ് പഠിച്ചു പാസ്സാവാത്തതിനാൽ ഹയർ സ്റ്റഡീസിന് യോഗ്യരല്ലാത്തത് എന്നാണ് ഇതിനർത്ഥം. വലിയൊരു നമ്പറാണ്. നിങ്ങൾ പെർസെൻറ്റേജ് വൈസ് നോക്കുക, 77% വിജയ ശതമാനം എല്ലാ സ്ട്രീമും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. അതായത് 100 വിദ്യാർത്ഥികളിൽ 23ഓളം വിദ്യാർത്ഥികൾ എന്തല്ല ജയിച്ചിട്ടില്ല എന്നുള്ളത്. അവിടെ തോൽവി എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മളെ കോമൺ ആ ഒരു യൂസേജിൽ തോറ്റുപോയി എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ തോറ്റുപോയി അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ട് ആലോചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു നമ്പറിൽ കേരളം നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് ഇത്രയും വലിയ നമ്പറിൽ നമ്മൾ എത്തിച്ചേർന്നു എന്നുള്ളത് സത്യത്തിൽ ഒരു പഠന വിധേയമാവേണ്ട കാര്യമാണ്. ഇതിന് കാരണങ്ങൾ പലതുമാവും. പല കാര്യങ്ങളും നമുക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. ഇതിൽ ചില കുട്ടികൾക്കെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ചില ഫൈനാൻഷ്യൽ ആയിട്ട് റീസൺസ് കാരണം സ്കൂളോ അല്ലെങ്കിൽ മറ്റ് സിസ്റ്റംസ് ഒന്നും പ്രോപ്പറായി യൂസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. ചില മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട് കാര്യമായി പഠിക്കാൻ പറ്റാത്തവരുണ്ടാവും. എന്നിരുന്നാലും അങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ വളരെ കുറവായിരിക്കും. ഈ നമ്പറിൽ വലിയൊരു ശതമാനം, 1,00,000 മുകളിലോളം വിദ്യാർത്ഥികൾ സത്യത്തിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ തോറ്റുപോയത് അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ട് തന്നെയാണ്. അതിന് കുറ്റക്കാരെന്നൊന്നുമില്ല. അത് പല നമ്മളുടെ ഓവറോൾ സിസ്റ്റത്തിന്റെ മേ ബി പ്രശ്നമായിരിക്കും. ഇപ്പൊ ആ പ്രശ്നത്തെ പഠിച്ചിരുന്നൊരു കാര്യമില്ല. നമ്മൾ ഈ കടമ്പ മുന്നോട്ട് കടന്നിട്ട് നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റിൽ താഴെ +2 സർട്ടിഫിക്കറ്റ് എന്നുള്ള സ്കോർ കാർഡിൽ താഴെ NHS എന്നുള്ള കാര്യം മാറ്റിയിട്ട് നമുക്ക് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാക്കണ്ടേ? ഇതിനെന്താ ചെയ്യാൻ പറ്റുക? ഞങ്ങൾ കുറേ നേരം ആലോചിച്ചു എങ്ങനെയാണ് ഈ +2 പോലെയുള്ള എക്സാമിന് എലിജിബിൾ അല്ലാത്തവരെ ഒരു പ്രാപ്തരാക്കാൻ പറ്റുക, പാസ്സാവുന്ന രീതിയിൽ. പല കുട്ടികൾക്കും മേ ബി ഒരു പേപ്പർ ആയിരിക്കും, ഒരു പേപ്പറിൽ 1 മാർക്കിനൊക്കെ നഷ്ടപ്പെട്ട കുട്ടികളുണ്ടാവും. ചിലവർക്ക് പല പേപ്പേഴ്സ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ കാരണങ്ങൾ ഇനി നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമില്ല. ഇനി നമ്മൾ ആക്ഷൻ എടുക്കേണ്ട സമയം. ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലെ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ 23 മുതൽ 27 വരെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ +2ന്റെ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇംപ്രൂവ്മെന്റ് ആരുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, തുടർന്ന് കണ്ടിന്യൂ ചെയ്യാം. മക്കളെ, ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ കാര്യമായിട്ട് ഇരുന്ന് എന്ത് ചെയ്തു, ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തു. കാരണം എഡ്യൂപോർട്ട് ഇത്തവണ 41 പേർക്ക് കേരളത്തിൽ ആകെ മൊത്തം ഫുൾ മാർക്ക് കിട്ടിയതിൽ 5 പേര് എഡ്യൂപോർട്ടിന്റെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ് ഞങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതേ പ്രശ്നം ഞങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞങ്ങൾ കാര്യമായിട്ട് ഇരുന്ന് ആലോചിച്ച സമയത്ത് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഒരു ബാച്ച് ലോഞ്ച് ചെയ്യാം. അതിന്റെ ചെറിയൊരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടവരുണ്ടാവും. അപ്പോൾ ഇതോടുകൂടി ഞങ്ങൾ അനൗൺസ് ചെയ്യാണ്. മക്കളെ, ഞങ്ങൾ ആ പേര് പോലെ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. സേ ടു സക്സസ് എന്നുള്ള രീതിയിൽ ഒരു അർത്ഥം വരുന്ന, അതായത് നിങ്ങളുടെ സേ എക്സാം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്ന അർത്ഥം വരുന്ന രീതിയിൽ ഒരു ബാച്ച് ഞങ്ങൾ ലോഞ്ച് ചെയ്യാണ്. ഞങ്ങളുടെ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം ബാച്ചിന്റെ പേര് സേ ടു സക്സസ് എന്നാണ്. ഇനി ഇതിന്റെ പ്രൈസ് റിവീലും കൂടി ഞാൻ നടത്താൻ പോവുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇത് വലിയൊരു എന്താണ് നിങ്ങൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സാണ്. ഇല്ല മക്കളെ, കേരളത്തിൽ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീസ് മാത്രമേ ഇതിനുള്ളൂ. നിങ്ങൾക്ക് ഒരു പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതായിരിക്കും എമൗണ്ട്. 999 ആയിരിക്കും നിങ്ങൾക്ക് പെർ സബ്ജക്റ്റ് ഉള്ളത്. ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആലോചിച്ചോ. ഞങ്ങളിത് സയൻസ് സ്ട്രീം ആണെങ്കിലും കൊമേഴ്സ് സ്ട്രീം ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് സ്ട്രീം ആണെങ്കിലും നിങ്ങൾ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതായിരിക്കും ഫീസ്. ഈ ഒരു ഫീസ് നിങ്ങൾക്ക് കിട്ടുന്ന കോഴ്സ് ഫീച്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കുക. മക്കളെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ എഡ്യൂപോർട്ട് ആപ്പിൽ റെക്കോർഡഡ് ആയിട്ട് ക്ലാസ് ഉണ്ടാവും. അതിലുപരി നിങ്ങൾക്ക് ലൈവായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന, നിങ്ങൾക്ക് ബേസിക്സ് ഇല്ലെങ്കിൽ ആ ബേസിക്സ് ക്ലിയർ ചെയ്യുന്ന തരത്തിലുള്ള ഡെയിലി ലൈവ് ഷെഡ്യൂൾസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. അതായത് ഇത്രയും കാലം നിങ്ങൾ ആരെയും ഗൈഡ് ചെയ്യാനില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ മെന്റർ ഉണ്ടാവും. ആ മെന്റർ നിങ്ങളുടെ സേ എക്സാം കഴിയുന്നത് വരെ നിങ്ങളുടെ കൂടെ കൂടെ നിൽക്കും. പോരാത്തതിന് നിങ്ങൾക്ക് ഒരുപാട് മോക്ക് എക്സാം ഉണ്ടാവും. ആ മോക്ക് എക്സാം എഴുതി ഒരു സേ എക്സാം എഴുതുന്ന സമയമാകുമ്പോഴത്തേന് നിങ്ങൾ ആ ഒരുപാട് മോക്ക് എക്സാം എഴുതിയുള്ള ആ ഒരു സ്കിൽ, എക്സാം എഴുതിയുള്ള ആ ഒരു മാർക്ക് വാങ്ങുന്ന സ്കില്ലും കൂടി നിങ്ങൾക്ക്
നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കോഴ്സ് ഫീച്ചേഴ്സ് നമുക്ക് വഴിയെ നമ്മൾ ബാക്കി വീഡിയോസ് ആയി ചെയ്യും. അപ്പോൾ പ്രൈസ് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ക്ലാസ്സസ് നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. നിങ്ങൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട. ഈ വീഡിയോ കണ്ടുടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാവും. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ വെബ്സൈറ്റിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ആ വെബ്സൈറ്റിൽ നിങ്ങൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചില കാര്യങ്ങൾ അടിക്കണം. അപ്പോൾ അതിൽ നിങ്ങളുടെ നെയിം ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ അത് ഫില്ല് ചെയ്ത് കാണിക്കണം. സുഹൈൽ, ഞാൻ എൻ്റെ പേര് കൊടുത്തു. നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക വിത്ത് ഇനീഷ്യൽ. അതിനുശേഷം നിങ്ങളൊരു ഇമെയിൽ ID കൊടുക്കുക. അതിലേക്കായിരിക്കും റെസിപ്റ്റ് വരിക. ഇത് മാൻഡേറ്ററി ആണ്. ഇനി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റിലേറ്റീവ്സിന് ആരെങ്കിലും ഇമെയിൽ ID കൊടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ഒരു ഇമെയിൽ ID കൊടുക്കുന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്, ഇത് കൊടുക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഈ സബ്മിഷൻ എന്ത് ചെയ്യില്ല, ഫുൾ ആവില്ല കേട്ടോ. ഓക്കെ, അത് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഈ ഫോൺ നമ്പർ നിങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഫോൺ നമ്പറിലായിരിക്കും നിങ്ങളുടെ എഡ്യൂപോർട്ട് ആപ്പ് അൺലോക്ക് ആവാം. അതുകൊണ്ട് OTP വരാൻ ഉതകുന്ന രീതിയിലുള്ള ഫോൺ നമ്പർ ആയിരിക്കണം. അപ്പോൾ ഈ നമ്പറിൽ കോൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കണം. അപ്പോൾ ഈ ഒരു നമ്പറിലായിരിക്കും നിങ്ങളുടെ എഡ്യൂപോർട്ട് ആപ്പ് അൺലോക്ക് ആവുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുക, തെറ്റിച്ച് കൊടുക്കരുത്. ഇത് ഓട്ടോമേറ്റഡ് ആണ്. തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് വേറെ ഒരു നമ്പറിലായിരിക്കും ഇത് അൺലോക്ക് ആവുക. അപ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് കോഴ്സ് ആൻഡ് സ്ട്രീം സെലക്ട് ചെയ്യാം. നിങ്ങൾ സയൻസ് വിദ്യാർത്ഥികളാണെങ്കിൽ +2 സയൻസ്, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ആണ് ഹ്യൂമാനിറ്റീസ്. ഞാനിപ്പോൾ സയൻസ് ക്ലിക്ക് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഞാൻ ഫിസിക്സിൽ അല്ലെങ്കിൽ കെമിസ്ട്രിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാ സബ്ജക്ട്സും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, കെമിസ്ട്രിയുടെ നേരെ 0 എന്നുണ്ടാവുക. അവിടെ ഞാൻ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് കെമിസ്ട്രി മാത്രമാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് 999 മാത്രമേ ഫീസ് വരുള്ളൂ. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ഇംഗ്ലീഷിനെ ഞാൻ പ്രത്യേകം പറയാം, ഇംഗ്ലീഷ് മറ്റാരും നൽകാൻ പറ്റാത്ത ഒരു ക്ലാസ് ആയിരിക്കും ഞങ്ങൾ തരുന്നത്. സാധാരണ റെഗുലർ ക്ലാസ്സിനുപരി നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ റൈറ്റിംഗ് വർക്ക്ഷോപ്സ് ഉണ്ടാവും. എക്സാമിന് വേണ്ടിയുള്ള റൈറ്റിംഗ് വർക്ക്ഷോപ്സും ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഒരുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇംഗ്ലീഷും കൂടി സെലക്ട് ചെയ്തു. ഇത് രണ്ടും ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ 2 സബ്ജക്ട് ഞാൻ സെലക്ട് ചെയ്ത് വിചാരിക്കുക. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ 0 തന്നെയായിരിക്കും. നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ 2 സബ്ജക്ട്സ് ആണെങ്കിൽ 1998 ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പേ എന്ന് പറഞ്ഞ ബട്ടൺ നിൽക്കുക. ഇവിടെ ഞാൻ ഇമെയിൽ ID കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇമെയിൽ ID കൊടുത്ത് കഴിഞ്ഞ് പ്രോപ്പറായിട്ട് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേയ്മെൻറ്റ് പേജിലോട്ട് വരും. ലാസ്റ്റ് സ്റ്റെപ്പാണ് കഴിഞ്ഞു. ഒരു 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പേയ്മെൻറ്റ് പല രീതിയിൽ ചൂസ് ചെയ്യാം. നിങ്ങൾ ഏതൊരു പേയ്മെൻറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ ആമസോൺ പേ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന യു പി യൂസ് ചെയ്യാം. ഇനി ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാം, നെറ്റ് ബാങ്കിങ് ഒക്കെ യൂസ് ചെയ്യാനുള്ള സൗകര്യം ആ ഒരു പേയ്മെൻറ്റ് പേജിലുണ്ട്. ആ പേയ്മെൻറ്റ് പേജ് വെച്ച് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി ഒരു 5 മിനിറ്റ്സിനുള്ളിൽ എഡ്യൂപോർട്ട് ആപ്പ് അൺലോക്ക് ആവും. നിങ്ങൾക്ക് മെസ്സേജ് വരും. ഇനി അൺലോക്ക് ആയിട്ടില്ലെങ്കിൽ ഞാൻ താഴെ തന്നെ നമ്മളുടെ കസ്റ്റമർ കെയർ നമ്പർ കൊടുക്കാം. ഈ പേയ്മെൻറ്റ് നടത്തിയിട്ടും അൺലോക്ക് ആയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കണക്ട് ചെയ്താൽ അവരെന്ത് ചെയ്യും, അത് സോൾവ് ചെയ്ത് തരും. സോ ഓൾ ദ ബെസ്റ്റ്. സോ നമ്മളെ ബാച്ചിൻ്റെ പേര് നിങ്ങൾ മറക്കണ്ട, സേ ടു സക്സസ് എന്നാണ്. ഇത്തവണ കേരളം എന്ത് ചെയ്യും, വിജയിച്ചിരിക്കും.